അല്ലാണ്ട് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്ത് മാർക്ക് വാങ്ങിക്കാൻ പഠിക്കാൻ പോയതല്ല ഞാൻ. എന്താണെന്ന് അറിയാൻ പോയതാണ്. ജീവിതത്തിൽ 1-ാം റാങ്കിൽ നമ്മൾ എത്തും. എപ്പോഴാണ് അറിയുമോ? ജീവിതം എന്താണെന്ന് ആഴത്തിൽ പഠിക്കാൻ തയ്യാറായാൽ. അങ്ങനെ പല കുട്ടികളും അവരുടെ പാഷൻ എന്താണെന്ന് അറിയാതെ രക്ഷിതാക്കൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രം അവർ പിന്നാലെ കൂടുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും പരീക്ഷിക്കപ്പെടേണ്ടത്. അതിന് പകരം അവൻ്റെ ഓർമ്മയും ബുദ്ധിയും മാത്രം പരീക്ഷിച്ചിട്ട് എടുക്കുന്ന ഒരു നടപടിക്രമമാണ് പരീക്ഷ. നമസ്കാരം. മാർച്ച് വരെയാണല്ലോ. മാർച്ച് വരുമ്പോൾ 2 കൂട്ടരാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആവുന്നത്. ഒന്ന് പേരൻസ്, 2 പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ. ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും അനുഭവിക്കുന്നത് പേരൻസ് ആണ്, ഒപ്പം തന്നെ അധ്യാപകരും. ഈ 3 കൂട്ടരും എന്തിനാണ് ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പരീക്ഷയെ വളരെ ചെറുതിലെ തന്നെ നമ്മളൊരു ഭീകര ജീവിനെ പോലെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരീക്ഷ ആയപ്പോഴത്തേക്ക് എനിക്ക് പനിയും ഛർദിലും വയറിളക്കം എല്ലാം ഒന്നിച്ചു വന്നു. കാരണം വീട്ടിൽ ടെൻഷൻ, എന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറുമാർക്ക് ടെൻഷൻ, സ്കൂളിലെ സാറന്മാർക്ക് ടെൻഷൻ, ആകെ ടെൻഷൻ. ഇത് കണ്ട് ഞാനും അന്ന് ചെറിയ കുട്ടിയല്ലേ, അമ്പരന്നിട്ട് എന്താ സംഭവിക്കാമെന്ന് അറിയാണ്ട് നമ്മൾ ആശുപത്രിയിലാണ്, തലേദിവസം ആശുപത്രിയിലാണ്. പിന്നെ കുറേ പേരുണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ സമ്മർദ്ദമാണ്. എന്നിട്ട് റിസൾട്ട് വരുന്നതിന് തൊട്ട് തലേദിവസം ആത്മഹത്യാ പ്രവണത നടത്തുക, ചില ആത്മഹത്യ, ചില നാട് വിട്ടു പോവുക. ഈ ആത്മഹത്യ ചെയ്തവരൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, വലിയ മാർക്ക് വാങ്ങി ജയിച്ചിട്ടുണ്ടാവും. പക്ഷെ റിസൾട്ട് വരുമ്പോൾ കുട്ടി പോയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ആലോചിക്കണം. ശരിക്കും ഔട്ട്ഡേറ്റഡ് ആയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ? സാഹചര്യങ്ങളോട് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രേ ഉള്ളൂ സ്ട്രെസ്. വളരെ സിമ്പിളാണ്. നമ്മൾ എഗ്രി ചെയ്യുക, ഡിസഗ്രി ചെയ്യുക. ഒരു സാഹചര്യത്തോടെ, ഒരു വ്യക്തിയോട്, ഒരു വിഷയത്തോടെ നമ്മൾ എഗ്രി ചെയ്താൽ നമുക്ക് സ്ട്രെസ് കുറയും. പരീക്ഷ ആകുമ്പോൾ നമ്മൾ പരീക്ഷയാണെന്ന് എഗ്രി ചെയ്യണം. ഇതൊരു പരീക്ഷയാണ്, ഞാൻ പരീക്ഷണത്തിലേക്ക് പങ്കെടുക്കാൻ പോകുന്നത് എഗ്രി ചെയ്താൽ രക്ഷിതാവിനും അധ്യാപകർക്കും കുട്ടിക്കും ഒരേപോലെ സുഖം തരും. പക്ഷെ ഡിസഗ്രിമെന്റ് ആണ്, എനിക്ക് പറ്റുമോ പറ്റത്തില്ലേ, കുഴപ്പമാവോ, എല്ലാത്തിനും A+ കിട്ടുമോ, A+ കിട്ടത്തില്ലേ. ഞാൻ വീണ്ടും എല്ലാ രക്ഷിതാക്കളും ഓർമ്മിപ്പിക്കുകയാണ്, A+ കിട്ടലല്ല ഒരു കുട്ടിയുടെ മഹത്വം കാണിക്കുന്നത്. അവൻ സാഹചര്യങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെടുന്നു, ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, അവൻ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അവൻ ജീവിതത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ, സഹജീവികളോട് കാരുണ്യമുണ്ടോ, സമൂഹത്തിനെ കുറിച്ച് അവൻ്റെ അവബോധം എത്രയാണ്, ഒരു പൗരബോധമുണ്ടോ. ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും പരീക്ഷിക്കപ്പെടേണ്ടത്. അതിന് പകരം അവൻ്റെ ഓർമ്മയും ബുദ്ധിയും മാത്രം പരീക്ഷിച്ചിട്ട് എടുക്കുന്ന ഒരു നടപടിക്രമമാണ് പരീക്ഷ. ഇനി പരീക്ഷ എത്ര പേടിക്കാൻ എന്തിരിക്കുന്നു, ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഈയിടെ ഒരു ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ചോദിച്ചു, ഈ പരീക്ഷ കണ്ടുപിടിച്ചവനെ കിട്ടിയ എന്ത് ചെയ്യും? പരീക്ഷ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച ആരെങ്കിലും ഒരാളുടെ തലയായിരിക്കുമല്ലോ. അപ്പോൾ കുട്ടികൾ പറയാം, അയാളെ കിട്ടിയ ഞങ്ങൾ അടിച്ചു കൊല്ലുന്നു. അത്രയ്ക്ക് ദേഷ്യമാണ് കുട്ടികൾക്ക് പരീക്ഷയെക്കുറിച്ച്. അപ്പോൾ ഈ പരീക്ഷ കണ്ടുപിടിച്ച ആളെ എന്തിനാ തല്ലിക്കൊള്ളുന്നത്? പരീക്ഷ എന്താണല്ലേ, പരീക്ഷണം എന്ന് അറിയാത്തതുകൊണ്ടാണ്. ശരിക്കും ഞാനും നിങ്ങളും എല്ലാം പരീക്ഷണത്തിലാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരുമ്പോൾ ഒരു പരീക്ഷണമാണ്. ഇത് ആളിൽ കാണുമോ കാണത്തില്ല, എൻ്റെ ആക്ഷൻ ശരിയാണോ അല്ലേ, ക്യാമറാമാൻ കണ്ണുരുട്ടുന്നുണ്ടോ ഇല്ലേ, എന്നെ വാച്ച് ചെയ്യുന്ന ഇങ്ങനെ പരീക്ഷണമാണ് സത്യത്തിൽ. അപ്പോൾ ഈ ക്യാമറാമാൻ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ, ഫോക്കസ് ശരിയാണോ, അയാൾ പരീക്ഷണമാണ്. അപ്പോൾ ജീവിതത്തിൽ എല്ലാം ഇപ്പോൾ വരും. നമ്മൾ നടന്ന ഒരു പരീക്ഷണമാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പരീക്ഷണമാണ്, ബസ് യാത്ര ചെയ്യുന്ന പരീക്ഷണമാണ്, ടിക്കറ്റ് എടുക്കുന്ന പരീക്ഷണമാണ്. ജീവിതത്തിലെല്ലാം ഇപ്പോഴും പരീക്ഷണം. ഞാൻ ഇവിടുന്ന് എണീക്കുന്ന ഒരു പരീക്ഷണമാണ്. ഈ ജീവിതം മുഴുവൻ പരീക്ഷ നടക്കുന്ന ആൾക്ക് ഈ കേവലമായ ഒരു പരീക്ഷയ്ക്ക് എഴുതി ആരെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണോ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എനിക്കൊരു പിടിയില്ല. അതുകൊണ്ട് പേരൻസിനോടും കുട്ടികളോടും എനിക്ക് പറയേണ്ടത്, വളരെ നിസ്സാരമായ വളരെ ചെറിയൊരു കാര്യം ഇത്രയധികം ചില രക്ഷിതാക്കളോട് എന്ന് പറയാറുണ്ട്, സാർ പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്നത്, ഞാൻ എത്ര മാർക്കുണ്ട്? അവന് 95% മാർക്കുണ്ടായിരുന്നു. ഞാൻ തലേദിവസം പഠിച്ച എത്രയും മാർക്ക്, അത്രയും വാങ്ങി സാർ. പിന്നെന്താ നിങ്ങളുടെ വിഷയം? അല്ല സാർ, അവൻ ഫുൾ ടൈം പഠിച്ചാലും 100 കിട്ടത്തില്ലായിരുന്നു. ഒരു ദിവസം പഠിച്ചിട്ട് അവൻ 95% ഉണ്ട്. ഫുൾ ടൈം പഠിച്ചായിരുന്നു ഞാൻ ഉറപ്പാണ് പരീക്ഷ എഴുതത്തില്ല. കാരണം അവന് ഇഷ്ടമല്ല. ഓരോ കുട്ടിക്കും പഠിക്കുന്ന രീതികളുണ്ട്. ചില ആൾ വായിച്ച് പഠിക്കും, ചില ആൾ ക്ലാസ്സിൽ കേട്ടിട്ട് പഠിക്കും. അവർ ഓഡിറ്ററി ലിസണേഴ്സ് ആണെന്ന് മനസ്സിലാക്കണം. ചില ആളുകൾ വിഷ്വൽ ലേണേഴ്സ് ആണ്, അവർക്ക് വായിക്കണം, പഠിക്കണം, വിഷ്വൽസ് കാണണം, എന്നാലേ നടക്കത്തുള്ളൂ. ചില ആൾ കിനസ്തെറ്റിക് ലേണേഴ്സ് ആണ്. അവരെന്താണ്, അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ കളിക്കും, ചാടും, കപ്പലിൻ്റെ തിന്നും, അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, ചായ കുടിക്കും. ഇത് കിനസ്തെറ്റിക് ലേണേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കുറേ പേരൻസ് ഈ തരത്തിലുള്ള ബഹളം ഉണ്ടാക്കണം. ഒച്ചത്തി വായിക്കുന്നില്ല, പഠിക്കണില്ല, ഒരു സമയം പുസ്തകം തുറന്നു നോക്കുന്നത്, ഇങ്ങനെ പരാതി. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, ബയോമെട്രിക് ടെസ്റ്റ് ഉണ്ട്. ഇത്തരം ടെസ്റ്റുകളൊക്കെ എന്തുകൊണ്ടാണ് പേരൻസ് ഉപയോഗപ്പെടുത്താത്ത കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ പഠന കാര്യത്തിൽ ഇടപെടുമ്പോൾ അവൻ്റെ കരിയർ ഏത് ഓപ്റ്റ് ചെയ്തായിരിക്കും നല്ലത്. ഇപ്പോൾ എന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അമൽ പഠിക്കാൻ പോയത് വിഷയം വേറെയാണ്, പക്ഷെ ആളുടെ പാഷൻ എന്താണ്, എഡിറ്റിംഗ് ആണ്, ഷൂട്ട് ചെയ്യലൊക്കെയാണ്. അയാളത് എന്തോ ഒരു സുഖം അയാൾ കണ്ടെത്തുന്നുണ്ട്. അതിന് പകരം വീട്ടുകാർ പറയാം, നിന്നെ പഠിപ്പിച്ചത് ഇങ്ങനത്തെ കാര്യത്തിലാണോടാ എന്ന് ചോദിച്ചാൽ അയാൾക്ക് വലിയ വിഷമാവും. അങ്ങനെ പല കുട്ടികളും അവരുടെ പാഷൻ എന്താണെന്ന് അറിയാതെ രക്ഷിതാക്കൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രം അവർ പിന്നാലെ കൂടുകയാണ്. ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, കുട്ടികളുടെ തനതായ കഴിവുകളെ നിങ്ങൾ ദയവ് ചെയ്ത്
അതിന് ഒരു മന്ദീഭവിച്ച ഭാവത്തിലേക്ക് കൊണ്ടുപോകരുത്. അവർ ബ്ലോസം ചെയ്യട്ടെ, കുട്ടികൾ ബ്ലോസം ചെയ്യട്ടെ. നമ്മുടെ മക്കളല്ലേ, അവർ എവിടെ എത്തിച്ചേരും നമുക്ക് സത്യത്തിൽ അറിയത്തില്ല. അവരെവിടെയോ എത്തേണ്ടവരാണ്, പക്ഷെ നമ്മൾ അവരെ എവിടെയൊക്കെ എത്തിക്കാൻ വേണ്ടി കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരീക്ഷാ കാലത്ത് എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത്, കുട്ടികളെ കൂടുതൽ വേവലാതിപ്പെടുത്താതിരിക്കുക, നമ്പർ 1. നമ്പർ 2, കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശാന്തരായിരിക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കഴിവുള്ള ആളുകളാണ് കുട്ടികൾ. അപ്പോൾ നിങ്ങൾ ഈ കണ്ട ടെൻഷൻ മുഴുവൻ തലയിലെടുത്ത് വെച്ചാൽ ടെൻഷൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലാരിറ്റിയോടെ കാണാൻ പറ്റത്തില്ല, ഒന്നിനും വ്യക്തത ഉണ്ടാകത്തില്ല, അവ്യക്തമാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണ് ശാന്തതയോടെ ഇരിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഉദാഹരണത്തിന്, നിങ്ങൾ വീട്ടിൽ നിന്ന് വീട്ടുകാരറിയാതെ ഒരു സിനിമയ്ക്കോ ഒരു പിക്നിക്കിനോ പോകണമെന്ന് വിചാരിച്ചോളൂ. തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് ടെൻഷനാണ്. നേരെ മറിച്ച് നിങ്ങൾ ഒരു ടെൻഷനില്ല, വീട്ടുകാരോട് പറഞ്ഞു വളരെ കംഫർട്ടബിളായി നിങ്ങൾ എല്ലാവരും അറിയിച്ച് പോവാണെങ്കിൽ നിങ്ങൾക്ക് ആ ടൂർ ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. മറ്റേത് പിടിക്കപ്പെടുമോ ഇത് നിങ്ങൾക്ക് ടൂർ ആസ്വദിക്കാനും പറ്റത്തില്ല. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആകെ കുറെ കള്ളം കൂടെ പറയുന്നത് എന്തിനാണിത്? അപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റണം, നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കണം. സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും വ്യക്തത കിട്ടത്തില്ല. അതുകൊണ്ട് പരീക്ഷ എന്ന് പറയുന്നത് അവസാന വാക്കല്ല എന്ന് ഓർത്തോണം. ഇനി ഒരു തവണ പൊട്ടിയെന്ന് വിചാരിക്കും. ഇപ്പൊ പൊട്ടുന്നതിന് പുതിയ പേരൊക്കെയാണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെയാണ് പറയും 2 പേപ്പർ ബാക്കായി. പിന്നെ ഇങ്ങനത്തെ പറയാൻ നല്ല മനോഹരമായ പദപ്രയോഗങ്ങളുണ്ട്. പേപ്പർ കിട്ടാത്തതിനെ, പരീക്ഷ കിട്ടാത്തതിന് 2 എണ്ണം ബാക്കിലായി പോയി എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഒരിക്കലും കൂത്താട്ടുകുളം എന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഒരു രമേശൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം ക്ലാസ്സിൽ വന്നിരിക്കും, 2 മിനിറ്റ് അയാൾ ഉറക്കം തൂങ്ങി താഴെ പോകും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയാൾ ഉണർത്താൻ വേണ്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കും. ഹലോ സുഹൃത്തെ, എന്താ ഉറങ്ങാൻ വയ്ക്കുമ്പോൾ അയാൾ പറയുന്നത്, സാർ രാത്രി മുഴുവൻ ഞാൻ ഉറക്കം വിളിച്ചിട്ട് വന്നാണ്, ഞാൻ ഒരു തട്ടുകട നടത്തുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിപ്പോകാം സാർ, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ പിന്നെ താങ്കൾ എന്തിനാണ് ഈ പ്രോഗ്രാം സെലക്ട് ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, സാറേ എൻ്റെ ജ്യേഷ്ഠൻ ഒരാളുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ ജ്യേഷ്ഠനെ ക്ലാസ്സിൽ വിട്ടാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറയാം, അല്ല സാർ, അവന് കാര്യങ്ങൾ അറിയാണ്ട് അവൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് അവന് വിവരങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അവനെ ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വന്ന് അറിഞ്ഞിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ വേണ്ട, അദ്ദേഹത്തിനെ കാണാൻ എനിക്കൊരു അവസരം തരാമെന്ന് ചോദിച്ചാൽ, അങ്ങനെ വേണ്ട സാർ, താമസിക്കുന്ന സ്ഥലം പറഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ടാക്കാം. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് രാത്രി 9 മണിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തിച്ചു പോയി. ഇപ്പോഴത്തെ കുട്ടികൾ മുടി വളർത്തിയാൽ നിങ്ങൾക്ക് പ്രശ്നമാണല്ലോ. മുടി ഇങ്ങനെ വളർന്നിരുന്ന അവന് മുടി വെട്ടിക്കുക, കുറെ പേര് മുടി വെട്ടിക്കാൻ കൊണ്ടുവരാറുണ്ട്. ഞാൻ അന്നത്തെ കാലത്ത് ഇയാൾ മുടിയും ഒക്കെ വളർത്തി ഭയങ്കര, അന്ന് സ്റ്റൈലല്ലേ, ഇപ്പോഴല്ലേ സ്റ്റൈല്, മുടിയൊക്കെ വളർത്തി കയ്യിലൊക്കെ നഖമൊക്കെ വളർന്നിരിപ്പുണ്ട്, താടി അലക്ഷ്യമായിട്ട് ഈ വയറിൻ്റെ അവിടെ താടിയുണ്ട്, വെള്ള ഉടുപ്പും വെള്ള മുണ്ടും കൊടുത്തു, പക്ഷെ അതിന് വെണ്മ കുറച്ച് കുറവാണ്. അപ്പോൾ അദ്ദേഹം കണ്ടു, ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ അയാൾ പരിചയപ്പെട്ടു. സാർ കാണണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് പരിചയപ്പെടാമെന്ന്. അങ്ങനെ അദ്ദേഹം എൻ്റെ കൂടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളൊരു ചെറിയ ഇടവഴിയാണ്, ടാർ റോഡാണ്. ഞങ്ങൾ അവിടെ പോയി കുറേ നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. രാത്രി 9:30-ക്കാണ് ഈ സംഭവം ആരംഭിക്കുന്നത്. പക്ഷെ ഇത് സംസാരം ഇങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സമയം പോകുന്ന അറിയില്ലല്ലോ. ഇങ്ങനെ ഇരുന്ന് 4:30 മണി വരെ ഞങ്ങൾ ആ റോഡിലിരുന്നു. എനിക്ക് രാവിലെ 6 മണിക്ക് ക്ലാസ് എടുക്കാൻ പോകണം. അപ്പോൾ 4:30 ആയപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് നേരെ ഇത്രയായി, എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ 2 പേര് സോറി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് എണീറ്റ് പോകാൻ നേരത്ത് ഇദ്ദേഹത്തിന്റെ സംഭാഷണത്തിന്റെ ചടുലതയിലും സംഭാഷണത്തിന്റെ സൗകുമാര്യതയിലും ഒക്കെ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഇദ്ദേഹത്തിന്റെ അനുജൻ ഒരാൾ 4ാം ക്ലാസ് വരെ പഠിച്ചു, ഈ തട്ടിടക്കാരൻ 4ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സ്കൂളിൽ പോകുമ്പോൾ സാധ്യതയില്ല. കാരണം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി? അവർ സാമ്പത്തിക സ്ഥിതി അനുവദിച്ചില്ല സാർ, കുടുംബത്തിന് അങ്ങനത്തെ പ്രാരാബ്ദങ്ങളായിരുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ എന്തായാലും പോകാൻ സാധ്യതയില്ലെന്ന് കരുതി. പക്ഷെ ഇദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള അച്ചടക്കം, സംസാരത്തിന്റെ ഭാഷയുടെ മാധുര്യം, അതിന്റെ അടുക്കും ചിട്ടയും, ശരിക്കും ഞാൻ പറഞ്ഞു, ഈ 4:30 മണിക്കൂർ ഇരിക്കണമെങ്കിൽ അദ്ദേഹം ശരിക്കും നമ്മളെ വലിച്ചുകൊണ്ട് പോകരുത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോകാൻ നേരത്തെ ചോദിച്ചു, നിങ്ങൾ എന്തുവരെ പഠിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഉടനടി എന്നെ ചോദ്യം ചോദിച്ചത് ഇതാണ്, സാർക്ക് എൻ്റെ സൗഹൃദം ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും ഇഷ്ടപ്പെട്ടു. എൻ്റെ സൗഹൃദം ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എൻ്റെ വിദ്യാഭ്യാസം അന്വേഷിക്കണോ? ഞാൻ പറഞ്ഞു, കൗതുകത്തിന് ഞാൻ ചോദിച്ചാണ്. അപ്പം പറഞ്ഞു, അങ്ങനെ കൗതുകത്തിലാണ് ഞാൻ ഉത്തരം പറയാം. ഞാൻ കോഴിക്കോട് RECയിൽ നിന്ന് എഞ്ചിനീയറിംഗ് BTech 1ാം റാങ്കിൽ പാസ്സായിട്ടുള്ള ആളാണ്. ശരിക്കും നമുക്ക് വെളുപ്പാങ്കാലത്തെ തണുപ്പ് മൊത്തം പോയി, മൊത്തം തലക്കകത്ത് ചൂട് കയറി എനിക്ക്. ഈ ഒരു BTech-കാരൻ എത്രയോ വർഷം മുമ്പ്. അപ്പൊ ഞാൻ ചെന്നിട്ട് അത് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, അത് കഴിഞ്ഞ് ഞാൻ മുംബൈ IIT-ന്ന് MTech പാസ്സായി സാർ, 1ാം റാങ്കോടുകൂടി. ഞാൻ MTech-ഓ, കേരളത്തിൽ നിന്ന് MTech പോകുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്, പ്രത്യേകിച്ച് IIT-യിൽ. അപ്പോ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ സാർ ഞാൻ പോട്ടെ പോകുന്നത്. ഞാൻ ചോദിച്ചു, അല്ലല്ല എനിക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിക്കട്ടെ. എന്നോട് ചോദിച്ചു, സാറ് ക്ലാസ്സിലുണ്ട്? നമ്മൾ ക്ലാസ്സിലൊക്കെ പൊക്കോളാം, നിങ്ങൾ പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അപ്പൊ പറഞ്ഞ, ഒരു കമ്പനിയിൽ ഞാൻ അവിടുത്തെ മാനേജറായിട്ട് ജോലി ചെയ്തു. ഞാൻ അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ചു പോകുന്നു സാർ. ഞാൻ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ കൂത്താട്ടുള്ളത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് നേരത്തെ കണ്ടി അടുത്ത ഷോക്കിംഗ് ആണ്. നീ ഓട്ടോറിക്ഷ ഓടിക്കലോ? അതെ സാർ, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. പിന്നെ പകൽ നേരത്തൊക്കെ എനിക്ക് ഓട്ടോ ഇല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറായിട്ട് ചെസ് കളിക്കും. 10-30 തവണ കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ചു, ഒരു 300 തവണ തിരിച്ചു തോൽപ്പിച്ചു. ഇനി ആ സോഫ്റ്റ്വെയർ വെച്ച് എനിക്ക് എന്നെ തോൽപ്പിക്കാൻ കമ്പ്യൂട്ടറിന് പറ്റത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഓട്ടോറിക്ഷ ഓടിച്ചിട്ട്, അതുപോലെ ഓട്ടോറിക്ഷ ഓടിക്കും സാർ, കിട്ടുന്ന പൈസയ്ക്ക് ഞാൻ ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, നല്ല ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ചോദിച്ചു തെരുവ് നായ്ക്ക് ബിരിയാണി വാങ്ങിച്ചു. അപ്പൊ അയാൾ പറയാണ്, സാർ തെരുവ് നായ്ക്കൾ നല്ല ഭക്ഷണം കഴിക്കും സാർ, എൻ്റെ ഒരു ഹോബിയാണ്, അതങ്ങ് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ള കാര്യം ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കൽ പോലും റാങ്ക് വാങ്ങിക്കുന്ന ഉദ്ദേശത്തിൽ പോയതല്ല. ബിടെക്കിന് പോയപ്പം എന്താണ് ബിടെക് അതറിയാൻ പോയതാ, അതെനിക്ക് പൂർണ്ണമായിട്ട് അറിയണം. അപ്പൊ പൂർണ്ണമായി അറിയാൻ ഞാൻ പോയപ്പോൾ റാങ്ക് കൂടെ വന്നു, എന്റെ കുഴപ്പമില്ല. എംടെക്കിന് പോയപ്പോൾ വാട്ട് ഈസ് എംടെക് അതെന്താണെന്ന് അറിയാൻ പോയപ്പോൾ റാങ്കിങ് പോന്നു. അല്ലാണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം മാർക്ക് വാങ്ങിക്കാൻ പഠിക്കാൻ പോയതല്ല ഞാൻ, എന്താണെന്ന് അറിയാൻ പോയതാണ്. ജീവിതത്തിൽ 1-ാം റാങ്കിൽ നമ്മൾ എത്തും. എപ്പോഴാണ് അറിയുമോ? ജീവിതം എന്താണെന്ന് ആഴത്തിൽ പഠിക്കാൻ തയ്യാറായാൽ നമ്മൾ ആഴത്തിൽ ഇറങ്ങും, ജീവിതത്തിന്റെ എല്ലാ കോണുകളും നമ്മൾ പരീക്ഷിച്ചറിയും, നമ്മുടെ ജീവിതത്തിൽ റാങ്ക് വാങ്ങിക്കും. അപ്പൊ അദ്ദേഹം അന്ന് എന്റെ കണ്ണു തുറപ്പിച്ചൊരു മഹത് വ്യക്തിയാണ്. ഒറ്റ തവണ ഞാൻ കണ്ടു, പിന്നെ ഇതുവരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം എവിടെയാണെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് അറിവ് തരുന്ന ആൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ ഇപ്പോഴും പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, അവര് റാങ്ക് വാങ്ങിക്കും. ഇത് ഈ കുടുംബത്തിൽ ഒരു കാര്യം ഇല്ലാഞ്ഞിട്ട്, ആരും പഠിക്കാൻ പുറകില്ലാഞ്ഞിട്ട് ഒരാൾ പഠിക്കുകയാണ്. എന്താണ്? അറിയാനായിട്ട് പോവാണ്. അപ്പൊ പഠിക്കുക എന്ന് വെച്ചാൽ അറിയാനുള്ള ശ്രമത്തിന്റെ പേരാണ് പഠനം അല്ലെ പരീക്ഷ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, മാർച്ച് മാസത്തിൽ ഈ മാർച്ച് മാസം ഒന്നാമത് ചൂടായിരിക്കുകയാണ്. അതിനോട് നിങ്ങളുടെ തലയും കൂടെ ചൂടാക്കരുത്. മാർച്ച് മാസം ചൂടായിരിക്കട്ടെ, പക്ഷെ നിങ്ങളുടെ തല കൂളാക്കി വെക്കുക. പരീക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പിടിക്കുന്ന ആളല്ല, നമ്മുടെ ജീവിതം കൊല്ലുന്ന ആളല്ല. ജീവിതത്തിൽ ഒരുപാട് പരിശ്രമം നേരിട്ടിട്ടുണ്ട്. ഈ പരീക്ഷയും നിങ്ങൾ നേരിടും. ഈ പരീക്ഷയെ നമുക്ക് കടത്തിക്കൊണ്ടുപോകാൻ പറ്റും വളരെ ഈസി ആയിട്ട്. പരീക്ഷ ഒരു സുഹൃത്തായി കണ്ടാൽ മതി. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് പരീക്ഷ. അപ്പോൾ അതുകൊണ്ട് വളരെ സൗഹൃദത്തോടെ പരീക്ഷയെ നമുക്ക് നേരിടാം. കൂടുതൽ വിശദമായ കാര്യങ്ങളുമായിട്ട് ഞാൻ ഈസി എക്സാം എന്നൊരു എൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഒരു 2 day ആണ് ആ പ്രോഗ്രാം, 2 hours വെച്ചിട്ട്. കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ അതിൽ പങ്കെടുക്കുന്ന എനിക്ക് വലിയ മോഹമുണ്ട്. കാരണം ഈ ചെറിയ വീഡിയോ കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കത്തില്ല. ഉറപ്പായിട്ട് ഈസി എക്സാം എന്ന് പറയുന്ന ആ പരിപാടി എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ആ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു.